ഉസ്ബെക്കിസ്ഥാനിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഉസ്ബെക്കിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രദേശമായ ബുഖാറ എന്ന ചരിത്ര നഗരം. സമീപത്തെ ഗ്രാമങ്ങളൊക്കെ പോയി കണ്ട് കുറച്ച് ചിത്രീകരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം തിരികെ ബുഖാറ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. മൻസൂർ ആണ് ഡ്രൈവർ. അദ്ദേഹം പരമാവധി ശ്രമിച്ചു ഗ്രാമങ്ങളൊക്കെ കാണിക്കാൻ. ഇപ്പോൾ സമയം 5 മണിയാകാറാകുന്നു. ഇനി കാണേണ്ടത് രാത്രിയിലെ ബുഖാറയാണ്. ചരിത്ര പ്രദേശങ്ങളൊക്കെ രാത്രിയിൽ എങ്ങനെയിരിക്കുമെന്ന് കാണണം. അതുവരെ വലിയ തിരക്കുകളില്ല. അതുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു. ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അല്പനേരം ഒന്ന് വിശ്രമിക്കാം. അങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ബുഖാറയുടെ ടൂറിസം വളർച്ചയെക്കുറിച്ചാണ്. ലോകത്തെ ആദ്യ ടൂറിസം സെന്ററുകളിൽ ഒന്നാണ് ബുഖാറ എന്നാണ് പറയുക. BCE 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സജീവമായിരുന്ന പട്ടുപാതയിലെ പ്രധാന പട്ടണമായിരുന്നല്ലോ ഇവിടം. വ്യാപാരികളല്ലാത്ത സഞ്ചാരികളും അന്ന് ധാരാളമായി ബുഖാറയിലെത്തിയിരുന്നു അത്രേ. ഇസ്ലാമിന്റെ വ്യാപനത്തോടെ ബുഖാറ പ്രമുഖമായൊരു മതകേന്ദ്രമായി. അക്കാലത്ത് മതപണ്ഡിതരും തീർത്ഥാടകരും കവികളുമെല്ലാം ഇവിടേക്ക് വന്നിരുന്നു. സോവിയറ്റ് കാലത്താണ് ബുഖാറയിലെ ആധുനിക ടൂറിസം വികസിക്കുന്നത്. അക്കാലത്ത് ഡൊമസ്റ്റിക് ടൂറിസത്തിനായിരുന്നു പ്രാധാന്യം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രമുഖ ടൂറിസം കേന്ദ്രമാണ് ബുഖാറ. 4 ദശലക്ഷം ടൂറിസ്റ്റുകളെങ്കിലും ഓരോ വർഷവും ഇവിടെ എത്തുന്നുണ്ട്. അതിൽ 3/4 ഭാഗവും വിദേശ ടൂറിസ്റ്റുകളാണ്. ടൂറിസ്റ്റുകളെ ഇപ്പോഴും കാണാം വഴിയിലൊക്കെ. ഗ്രാൻഡ് ബുഖാറ എന്ന ഹോട്ടലാണിത്. അതിനപ്പുറം ആ കാണുന്നതാണ് ഞങ്ങൾ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന വിൻധാം ഹോട്ടൽ. വിൻധാം ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഞങ്ങൾ അവിടേക്ക് കയറി ചെന്നു. വിൻധാമിന്റെ ലോബിയിലെത്തി. വിശാലമായ ഒരു ഹോട്ടലാണ്. 8,000-ഓളം രൂപയാണ് ഇവിടെ ഒരു രാത്രിയിലെ താമസത്തിന് നൽകേണ്ടത്. ലോബിയിൽ തന്നെ വലിയൊരു ബാറാണ് സ്വീകരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ ഇങ്ങനെയാണ്. മിക്കവാറും എല്ലാ ഹോട്ടലിന്റെയും ലോബിയിൽ ഒരു ബാർ ഉണ്ടാകും. ചെക്ക് ഇൻ നടപടികളെല്ലാം കഴിഞ്ഞു. 2 മുറികളാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ നാട്ടിൽ വെച്ച് തന്നെ അത് ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്തിരുന്നതാണ്. 9-ാം നിലയിലാണ് എനിക്കും രാകേഷിനുമുള്ള മുറികൾ. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ വിൻധാം ഇരിക്കുന്ന സ്ഥലം മനസ്സിലാകും. മനോഹരമായ ഒരു ഉദ്യാന പ്രദേശമാണിത്. 9-ാം നിലയിൽ ചെന്നിറങ്ങി. വളരെ വിശാലമായ ഹോട്ടലാണ്. കൺജസ്റ്റഡായി എല്ലായിടത്തും മുറികൾ നിറച്ചങ്ങ് പണിത് വെച്ചിരിക്കുകയല്ല. ഓപ്പൺ സ്പേസ് കണ്ടമാനമുണ്ട്. 212 മുറികളാണ് ഇവിടെയുള്ളത്. 4 റെസ്റ്റോറന്റുകളും സ്പാ, ജിം തുടങ്ങിയ സൗകര്യങ്ങളും. വിവിധ വലിപ്പത്തിലുള്ള 4 ഹാളുകൾ ഇവിടെയുണ്ട്. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന വൻകിട ഹോട്ടൽ ഗ്രൂപ്പാണല്ലോ വിൻധാം. ഞാൻ മുറിക്കകത്തേക്ക് കയറി ചെന്നു. തൊട്ടടുത്ത മുറിയാണ് രാകേഷിൻ്റേത്. നല്ല ഗംഭീരമായ ഫെസിലിറ്റികൾ. അതിമനോഹരമാണ്. വിൻധാമിന്റെ ഡീസന്റ് ക്വാളിറ്റി എല്ലായിടത്തും പ്രതിഫലിക്കുന്നുണ്ട്. മുറി അത്ര സ്പേഷ്യസ് ഒന്നുമല്ല. ഞങ്ങൾ സ്റ്റാൻഡേർഡ് റൂമാണ് എടുത്തിരിക്കുന്നത്. പകലത്തെ നല്ല ചൂടത്തുകൂടി ഇത്ര നേരം സഞ്ചരിക്കുകയായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാനൊന്ന് കുളിച്ചു. ഇനി കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കണം. 2 മണിക്കൂർ നേരമുണ്ട്. ചെറുതായിട്ടൊന്ന് മയങ്ങാം. മയക്കം കഴിഞ്ഞുണർന്നപ്പോഴേക്കും നേരം 7 മണിയായി. അപ്പോഴും സൂര്യൻ ചാഞ്ഞിട്ടില്ല. ചെറിയ വെയിലുണ്ട്. താഴത്തെ ഉദ്യാനം ഈ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ അതിഗംഭീരമായ കാഴ്ചയാണ്. വലിയ മനോഹരമായ ഉദ്യാനം. ഇത് നഗരത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഹോട്ടലുകാരുടെ ഉദ്യാനമല്ല. അങ്ങേ ഭാഗത്ത് പുതിയ റെസിഡൻഷ്യൽ ഏരിയകൾ, ഫൗണ്ടനുകൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റികൾ. പെട്ടെന്ന് നഗരത്തിലേക്ക് പോകണം. ഞാൻ ലിഫ്റ്റിൽ കയറി താഴേക്കിറങ്ങി. രാകേഷിനെ മുറിയിൽ നിന്ന് കണ്ടിട്ടില്ല. 7 മണിയാകുമ്പോൾ ലോബിയിൽ കണ്ടേക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ തനിച്ചാണ് താഴേക്ക് ചെല്ലുന്നത്. താഴെ എത്തിയപ്പോൾ രാകേഷ് റെഡിയാണ്. നമ്മുടെ മൻസൂറുമുണ്ട്. മൻസൂർ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി വന്നിരിക്കുന്നു. അവരെന്തോ ചർച്ച ചെയ്തങ്ങനെ നിൽക്കുകയാണ്. നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കാറെടുത്തു. 10-70 വയസ്സായെങ്കിലും മൻസൂർ ഇപ്പോഴും രാകേഷിന്റെ കമ്പനിക്ക് വേണ്ടി കാർ ഓടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കാറാണ്. രാകേഷിന്റെ കമ്പനിയുമായുള്ള കോൺട്രാക്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നു.
മക്കളുണ്ട്. അവർക്കൊക്കെ ജോലിയുമുണ്ട്. ഒരാൾ ഒരു കാർപ്പറ്റ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ പഴയ നഗരഭാഗത്തേക്ക് എത്തുകയാണ്. തജിക് വംശജരായ ധാരാളം കച്ചവടക്കാരുള്ള ഒരു പ്രദേശമാണ് ഇവിടം. 1992 മുതൽ 5 വർഷം നീണ്ടുനിന്ന തജിക്കിസ്ഥാൻ ആഭ്യന്തര യുദ്ധകാലത്ത് ഇവിടേക്കെത്തിയവരാണ് അവരിലേറെയും. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ആർക്ക് ഓഫ് ബുഖാറയുടെ സമീപത്താണ്. ഇവിടെ നിൽക്കുമ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് പൊയ് കലാൻ എൻസെമ്പിൾ. പൊയ് കലാൻ, കല്യാൺ, കലോൺ എന്നൊക്കെ പറയും. മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക് കോംപ്ലക്സുകളിലൊന്ന്. അവിടേക്ക് നടക്കുമ്പോൾ ഉത്ഖനനം നടക്കുന്ന ഭാഗങ്ങൾ കാണാം. ബുഖാറയുടെ കൂടുതൽ ചരിത്രം തേടി വലിയ തോതിൽ ഉത്ഖനനം നടക്കുന്ന പ്രദേശങ്ങൾ. പുരാതനമായ നഗരത്തിന്റെ അവശേഷിപ്പുകൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആളുകൾ ഇറങ്ങാതിരിക്കാൻ അത് ഗ്ലാസ് ഇട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതൊക്കെ കലാപരമായും ഭംഗിയായും വൃത്തിയായും സംരക്ഷിക്കുന്നു. രാത്രിയാവുന്നതോടെ നഗരവാസികൾ കുടുംബസമേതം പോയി കലാൻ എൻസെമ്പിളിന്റെ അടുത്തേക്കെത്തും. അപ്പോഴേക്കും അവിടം ലൈറ്റപ്പ് ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കും. അതുകൊണ്ടാണ് ആളുകളൊക്കെ അങ്ങോട്ട് നടക്കുന്നത്. 900 വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു കോംപ്ലക്സ് ആണിത്. അതിനു മുൻപ് സ്വരാഷ്ട്രീയൻ മതക്കാരുടെ വലിയൊരു ആരാധനാലയം ഇവിടെ ഉണ്ടായിരുന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പോയ് കലാൻ എൻസെമ്പിൾ എന്ന് പറയുന്നത് കലാൻ മസ്ജിദ്, കലാൻ മിനാർ, മിർ-ഇ അറബ് മദ്രസ എന്നീ 3 പ്രമുഖ ബിൽഡിംഗുകളുടെ കോംപ്ലക്സ് ആണ്. നീല താഴികക്കുടവുമായി കാണുന്നതാണ് മിർ-ഇ അറബ് മദ്രസ. അതിന്റെ നേരെ എതിർവശത്താണ് കലാൻ മസ്ജിദ്. നടുക്ക് ലൈറ്റപ്പ് ചെയ്ത് കാണുന്ന ഗോപുരമാണ് കലാൻ മിനാർ. ഇത് 3 കൂടി ചേരുന്ന കോംപ്ലക്സിന്റെ നടുമുറ്റത്തേക്കാണ് എത്തിയിരിക്കുന്നത്. വലതുവശത്ത് ഇപ്പോൾ കാണുന്നതാണ് കലാൻ മസ്ജിദ്. അതിന്റെ പിറകിൽ നിന്നാണ് ഞങ്ങൾ നടന്നു വന്നത്. സോവിയറ്റ് കാലത്തും പ്രമുഖമായൊരു മതകേന്ദ്രമായി പ്രവർത്തനം തുടർന്നു എന്നതാണ് മിർ-ഇ അറബ് മദ്രസയുടെ സവിശേഷത. മധ്യേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലമായി തുടർച്ചയായി പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാം മതപഠന കേന്ദ്രമെന്ന പദവി ഇതിന് ലഭിച്ചിരിക്കുന്നു. അങ്ങേയറ്റത്ത് ഒരു ട്രേഡ് ഡോമും കാണാം. അതൊക്കെയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഇവിടെയുള്ള കച്ചവട കേന്ദ്രങ്ങൾ. മിനാരത്തിനപ്പുറവും ഒരു ട്രേഡ് ഡോമുണ്ട്. അതും ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്നു. സിൽക്ക് റോഡ് വാണിജ്യത്തിന്റെ കാലത്ത് വലിയ തോതിൽ കച്ചവടം നടന്നിരുന്ന നഗരങ്ങളിൽ ഒന്നാണല്ലോ ബുഖാറ. ഒരു കാലത്ത് ബുഖാറ ഭരിച്ചിരുന്നവരുടെ സമ്പത്തും പ്രൗഢിയും പ്രകടമാവുന്നിടം തന്നെയാണ് ഈ കലാൻ കോംപ്ലക്സ് എൻസെമ്പിൾ. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുഹമ്മദ് ഷൈബാനി ഖാൻ എന്ന ഭരണാധികാരിയാണ് ഇവിടമെല്ലാം ഭരിച്ചിരുന്നത്. പരസ്പരം മത്സരിച്ചിരുന്ന വിവിധ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് ഒരു രാജ്യം സ്ഥാപിച്ചയാളായിരുന്നു ഷൈബാനി ഖാൻ. അക്കാലത്ത് ഷൈബാനി രാജവംശത്തിന്റെ ആസ്ഥാനം സമർഖണ്ഡായിരുന്നു. 1510-ൽ ഷൈബാനി ഖാൻ മരിച്ചു. അക്കാലത്ത് ഷൈബാനി ഖാന്റെ വിശ്വസ്തനായിരുന്ന മഹമൂദ് സുൽത്താനാണ് ബുഖാറ പ്രവിശ്യ ഭരിച്ചിരുന്നത്. 2 വർഷത്തിനു ശേഷം മഹമൂദ് സുൽത്താന്റെ മകൻ ഉബൈദുള്ള ബുഖാറയുടെ സുൽത്താനായി. മികച്ച ഭരണാധികാരിയായിരുന്നു ഉബൈദുള്ള. 1533-ൽ അദ്ദേഹം ഷൈബാനിഡ് രാജ്യത്തിന്റെ മുഴുവൻ ഭരണാധികാരിയായി. രാജ്യതലസ്ഥാനം സമർഖണ്ഡ് ആയിരുന്നല്ലോ. സ്വാഭാവികമായും രാജാവ് സമർഖണ്ഡിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഉബൈദുള്ള ചെയ്തത് ഷൈബാനിഡ് രാജ്യത്തിന്റെ പേര് ബുഖാറ ഖാനേറ്റ് എന്ന് മാറ്റുകയായിരുന്നു. രാജ്യതലസ്ഥാനം ബുഖാറയായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ മിനാരത്തിന്റെ രൂപഭംഗി മംഗോൾ രാജാവ് ചെങ്കിസ് ഖാനെ വരെ ആകർഷിച്ചിരുന്നു. പണ്ട് മിനാരത്തിനു പിന്നിൽ മറ്റൊരു മസ്ജിദാണ് ഉണ്ടായിരുന്നത്. പടയോട്ടകാലത്ത് ആ മസ്ജിദും അനുബന്ധ നിർമ്മിതികളുമെല്ലാം തകർത്തു കളയാൻ ചെങ്കിസ് ഖാൻ ഉത്തരവിട്ടു. മിനാരം മാത്രം നിലനിർത്താനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ചെങ്കിസ് ഖാന്റെ പട തകർത്ത ശേഷം പിന്നീട് 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇവിടെ വിപുലമായ മദ്രസകളും മോസ്കുകളും പണിതത്. വൈകുന്നേരമാകുമ്പോൾ നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ചെറിയൊരു തണുപ്പാകും. കെട്ടിടങ്ങളെല്ലാം മനോഹരമായി ലൈറ്റപ്പ് ചെയ്യപ്പെടും. കുറെ ആളുകൾ ഈ പ്രദേശത്തേക്കെത്തും. അവരൊക്കെ കാറ്റുകൊണ്ടും കഥ പറഞ്ഞും നേരം ചെലവഴിക്കും. ഒരു ചെറിയ സംഗീതം ഇവിടെയൊക്കെ ഉണ്ടാകും. ഈ മുറ്റം ആകെ സജീവമാകും. എത്ര വൃത്തിയാണ്! ആരും മുറുക്കി തുപ്പുന്നില്ല, മൂത്രം നാറുന്നില്ല, വേസ്റ്റില്ല. ഉസ്ബെക്കിസ്ഥാൻ ലോകത്തെ ഏറ്റവും വലുതോ സമ്പന്നമോ ആയ രാജ്യമൊന്നുമല്ല. കേരളത്തേക്കാൾ റിസോഴ്സസ് ഉള്ള രാജ്യം പോലുമല്ല. അത്രയൊന്നും വിദ്യാഭ്യാസമുള്ള മനുഷ്യരുമല്ല ഇവിടെയുള്ളത്.
പക്ഷേ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ്, വൃത്തിയായിട്ടാണ് സംരക്ഷിക്കുന്നതെന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. നമ്മുടെ നാട് വൃത്തിയില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾക്ക് കഴിവില്ലാത്തത് തന്നെയാണ് കാരണം. ഞങ്ങൾ തിരികെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. ആർക്ക് ഓഫ് ബുഖാറയുടെ സമീപത്താണ് വണ്ടി കിടക്കുന്നത്. ഇതിലെ നേരെ നടന്നാൽ അവിടെ എത്താം. അങ്ങകലെ ആർക്ക് ഓഫ് ബുഖാറ എന്ന ഇവിടുത്തെ കോട്ട കാണാം. മസ്ജിദിന്റെ പിൻഭാഗമാണ് ഇക്കാണുന്നത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ആർക്ക് ഓഫ് ബുഖാറ എന്ന കോട്ടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് വണ്ടിയെടുത്തു. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ആളുകൾ സ്കൂട്ടറിലൊക്കെ പോകുന്നത് കാണാം. പഴയ നഗരത്തിലെ എല്ലാ ഭാഗങ്ങളും ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്നു. അങ്ങനെ ഓടി കാർ കുക്കൽ ദോഷ് മദ്രസയുടെ സമീപത്തേക്കെത്തി. ലാബി ഹൗസ് സ്ക്വയർ എന്ന ഭാഗത്താണ് കുക്കൽ ദോഷ് മദ്രസ. കുക്കൽ ദോഷ് മദ്രസയുടെ മുന്നിൽ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി. ഇതും നഗരത്തിന്റെ ഒരു പ്രധാന ചരിത്ര സ്ഥലമാണ്. ഇവിടെ ലാബി ഹൗസ് എന്ന ഒരു പ്രധാന ഭാഗമുണ്ട്. ഹൗസ് എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം കുളം എന്നാണ്. ഇവിടെയും ഒരു കുളമുണ്ട്. കുളത്തിനു ചുറ്റുമുള്ള ഭാഗങ്ങളാണിത്. ഞാൻ ഇവിടമൊക്കെ ഇന്ന് പകൽ നേരത്ത് കണ്ടിരുന്നു. പകൽ നേരത്ത് കണ്ടപ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞുകിടന്നിരുന്നതാണ്. ഇവിടെ വൈകുന്നേരം ട്രഡീഷണൽ വിഭവങ്ങൾ കിട്ടും. പിലാഫ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ. എല്ലാ മേശയിലേക്കും ഭക്ഷണം എത്തുന്നു. ബിയറും പിലാഫുമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രധാന ഭക്ഷണം. ഇതൊരു ഓഫ് സീസൺ കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ സീസണിലൊക്കെ ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. അതിന്റെ നേരെ എതിർവശത്താണ് നാദിർ ദിവാൻ ബങ്കി മദ്രസ. ഇതും ഞാൻ പകൽ കണ്ടതാണ്. രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്തപ്പോൾ ഇതിന് വേറൊരു ഭാവമായിരിക്കുന്നു. തണുപ്പ് വീണിട്ടുണ്ട്. സുഖകരമായ അന്തരീക്ഷം. ഇമാം കുലി ഖാൻ എന്ന ഭരണാധികാരി ബുഖാറ ഭരിച്ചിരുന്ന കാലത്ത് 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് നാദിർ ദിവാൻ ബങ്കി മദ്രസ നിർമ്മിക്കുന്നത്. മതപഠന കേന്ദ്രം എന്നതിനപ്പുറം സഞ്ചാരികളായി എത്തുന്ന സൂഫികൾക്ക് ദിവസങ്ങളോളം താമസിക്കാനുള്ള ഒരിടവുമായിരുന്നു ഇത്. ഞങ്ങൾ ഇന്ന് പകൽ നേരത്ത് ഇവിടെ വന്നപ്പോൾ അതിനകത്ത് ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്ന കുറേ ആളുകളാണ് ഉണ്ടായിരുന്നത്. തടിയിലും മറ്റും കൊത്തുപണികൾ നടത്തുന്ന ആളുകൾ. ഇവിടെ നിന്ന് രാകേഷ് ഒരു ചെറിയ ചെപ്പ് വാങ്ങുകയും ചെയ്തിരുന്നു. വൈകിട്ട് ഇതിന് വേറൊരു രൂപമായിരിക്കുമെന്ന് ഞങ്ങളുടെ കൂടെ വന്ന മൻസൂർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയം ഇവിടമൊന്ന് കാണാൻ വന്നത്. ഓരങ്ങളിൽ ഇപ്പോഴും കച്ചവടക്കാരുണ്ട്. പട്ടുവസ്ത്രങ്ങൾ, ചുവരിനെ അലങ്കരിക്കുന്ന നിരവധി കലാരൂപങ്ങൾ, കൊത്തുപണികൾ ചെയ്ത സാധനങ്ങൾ എന്നിവയെല്ലാം വിൽക്കുന്നവർ. നടുമുറ്റം ഇങ്ങനെയാണ്. മേശയും കസേരയും റെഡിയാക്കിയിട്ടിരിക്കുന്നു. ഡിന്നർ നടക്കുകയാണ്. എന്തൊക്കെയോ കലാപരിപാടികളും ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് കലാപരിപാടിയൊന്നും തുടങ്ങി കാണുന്നില്ല. ഞാൻ കുറേ നേരം അതും കാത്തുനിന്നു. ഈ ഡിന്നറിന് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തു വന്നിരിക്കാം. പകൽ നേരത്ത് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ബുക്കിംഗ് എടുക്കുന്നുണ്ടായിരുന്നു. പ്രധാന ഡിന്നറും കലാപരിപാടിയും തുടങ്ങിയിട്ടില്ല. കുറേ നേരം നിന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലാത്തതുകൊണ്ട് തിരികെ ഞങ്ങൾ ഉദ്യാനത്തിലേക്ക് ഇറങ്ങി. ലാബി ഹൗസ് സ്ക്വയർ എന്ന വലിയൊരു പാർക്ക് പോലുള്ള ഭാഗമാണ്. ഇതിന്റെ ഒരു ഭാഗത്താണ് മുൻപേ കണ്ട റെസ്റ്റോറന്റുകളൊക്കെ. നഗരത്തിലെ ആളുകൾ കുടുംബസമേതം വൈകുന്നേരങ്ങളിൽ വെറുതെ നടക്കാനും കാറ്റുകൊള്ളാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വരുന്ന സ്ഥലം. രാത്രിയിൽ ഒരു ഉത്സവ പറമ്പ് പോലെയാവും ഇവിടം. ലാബി ഹൗസ് എന്ന തജിക് വാക്കിനർത്ഥം കുളത്തിന് ചുറ്റുമുള്ളത് എന്നാണ്. ഞങ്ങൾ രാത്രിയിൽ കുറേ നേരം ലാബി ഹൗസ് സ്ക്വയറിൽ ചെലവഴിച്ചു. ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോയി കിടന്നുറങ്ങി. ആ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് യാത്ര തുടരുകയാണ്. ബുഖാറയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് ബുഖാറ 1 എന്ന സ്റ്റേഷനാണ്. കാഗൻ എന്ന സ്ഥലത്താണിത്. ഇവിടെ നിന്ന് രാവിലെ 5:30 ഒരു ട്രെയിനുണ്ട്. സമർഖണ്ഡിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഞങ്ങൾ മൻസൂറുമായി യാത്ര പറഞ്ഞു പിരിഞ്ഞു.
ഒരു ദിവസമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും മൻസൂർ വളരെ ആത്മാർത്ഥതയോടെ പരമാവധി കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി. ട്രെയിൻ ടിക്കറ്റ് നേരത്തെ ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ എടുത്തതാണത്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഒന്നാം പ്ലാറ്റ്ഫോമിൽ വണ്ടിയൊന്നുമില്ല. മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് വണ്ടി കിടക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങൾക്കുള്ള വണ്ടിയെന്ന് അവിടുത്തെ ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കി. കോച്ച് നമ്പറൊക്കെ ടിക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. ബുഖാറയിൽ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇത് ബുഖാറ 1 ആണ്. നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള കാഗൻ എന്ന ടൗണിലാണിത്. എന്നാൽ ബുഖാറ ടൗണിലേക്ക് കുറച്ചുകാലം മുൻപ് വേറൊരു റെയിൽവേ ലൈൻ പണിതിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേഷൻ ചരക്ക് നീക്കത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പാസഞ്ചേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ട് വേണം ട്രെയിൻ കയറാൻ. 1888 ഇവിടെ കാഗനിൽ ഒരു സ്റ്റേഷൻ നിലവിൽ വന്നത്. ബോഗിയുടെ വാതിലൊന്നും തുറന്നിട്ടില്ല. എങ്കിലും മറ്റു യാത്രക്കാർ ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾക്കപ്പോഴും സംശയമായിരുന്നു. ഒന്നാം ട്രാക്ക് കുറുകെ കടന്ന് 2ാം പ്ലാറ്റ്ഫോമിലേക്ക് കയറി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പാളം കൂടി കുറുകെ കടന്ന് പോകുന്നു. 3ാം പ്ലാറ്റ്ഫോമിലോ 4ാം പ്ലാറ്റ്ഫോമിലോ ആണ് ട്രെയിൻ വന്ന് കിടക്കുന്നത്. ഞങ്ങളുടെ കോച്ച് അങ്ങ് പുറകിലാണെന്ന് മനസ്സിലായി. താഷ്കന്റ് ബുഖാറ ട്രെയിനാണിത്. ഷാർക്ക് ട്രെയിൻ എന്നാണ് ഇതിന്റെ പേര്. ഞങ്ങൾ പുറകിലേക്ക് നടന്നു. 2ാം നമ്പർ കോച്ചാണ് ഞങ്ങളുടേത്. ഒരു ജീവനക്കാരൻ വന്ന് വാതിൽ തുറന്നു തുടങ്ങി. വാതിൽ മാത്രമല്ല, കയറാനുള്ള സ്റ്റെപ്പും കൂടി ഇങ്ങനെ താഴ്ന്നു വരും. പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ നാട്ടിലേതുപോലെ അത്ര ഉയരത്തിലല്ല. ട്രെയിനിലേക്ക് കയറാൻ ഇങ്ങനെ ഒരു ഗോവണിയാണ് വരിക. ട്രെയിൻ പുറപ്പെടുമ്പോഴേക്കും അത് അടച്ചുവെക്കും. വാതിൽ തുറന്നു തന്ന ആള് തന്നെ വന്ന് ടിക്കറ്റൊക്കെ നോക്കി യാത്രക്കാരെ ഓരോ ബോഗിയിലേക്കും കയറ്റിവിടുന്നു. കോച്ച് ഏതാണെന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടാണ് കയറ്റിവിടുന്നത്. ടിക്കറ്റ് ഓൺലൈനിലാണ് ലഭിക്കുക. നേരത്തെ ബുക്ക് ചെയ്തെങ്കിലേ ഇതിൽ സീറ്റ് കിട്ടൂ. അല്ലാതെ സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്നാലൊന്നും ടിക്കറ്റ് കിട്ടില്ല. ഉസ്ബെക്കിസ്ഥാനിൽ ഇവർക്ക് ഹൈസ്പീഡ് ട്രെയിനുകളുമുണ്ട്. ടൂറിസ്റ്റുകളും നാട്ടുകാരുമെല്ലാം ട്രെയിൻ സർവീസ് ഉപയോഗപ്പെടുത്തുന്നു. കോച്ചിൽ മിക്ക സീറ്റിലും യാത്രക്കാരുണ്ട്. ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ചു. സിംഗിൾ സീറ്റുകൾ. ഫേസ് ടു ഫേസ് ആയിട്ടുള്ള 2 സീറ്റുകളാണ് ഞാൻ റിസർവ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് തന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആ കൂടിനകത്ത്. അത് എപ്പോഴെങ്കിലും കഴിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കാത്തതുകൊണ്ട് ഹോട്ടലുകാർ പാക്ക് ചെയ്ത് തന്നുവിട്ടതാണ്. ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. പുലർച്ചെ 4:30 കഴിഞ്ഞപ്പോൾ വന്നതാണ്. 5:30 ട്രെയിൻ പുറപ്പെടുകയുള്ളൂ. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനെ പോലുള്ള ഒരു കക്ഷിയാണ് ഞങ്ങളുടെ സഹയാത്രികൻ. മേശയിൽ പത്രങ്ങൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ന്യൂസൊന്നുമില്ല അതിൽ. പരസ്യവും കുറെ ആർട്ടിക്കിളുമൊക്കെയുള്ള പത്രങ്ങൾ. 5:30 കറക്റ്റ് സമയം പാലിച്ച് ട്രെയിൻ പുറപ്പെടുകയാണ്. അപ്പോഴേക്കും വെള്ളക്കേറിയിരിക്കുന്നു. ബുഖാറ എന്ന ചരിത്ര നഗരം കൂടി സഞ്ചാരത്തിന്റെ യാത്രാനുഭവങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞിരിക്കുന്നു. ബുഖാറയിലെ വോക്സാൾ എന്നാൽ റെയിൽവേ സ്റ്റേഷനാണ്. അത് പിന്നിട്ട് ഞങ്ങൾ യാത്രയാവുകയാണ്. ബുഖാറയിൽ പരമാവധി കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ചിത്രീകരിക്കാവുന്ന പരമാവധി കാഴ്ചകളിലേക്ക്. ബുഖാറ മാത്രമല്ല, ബുഖാറയുടെ ഉൾഗ്രാമങ്ങളിലേക്കും പോയി. കുറച്ചു മനുഷ്യരെയും അവരുടെ ജീവിതവുമൊക്കെ ഷൂട്ട് ചെയ്യാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾ ഒട്ടും കോപ്പറേറ്റീവ് ആയിരുന്നില്ല ഈ ഭാഗത്തെന്ന് പറയേണ്ടിയിരിക്കുന്നു. ട്രെയിനിന് സ്പീഡായി. ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് ഞാനും രാകേഷും സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. യാത്ര തുടരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ഉസ്ബെക്കിസ്ഥാനെക്കുറിച്ചാണ്. 1917 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിച്ച ഉടനെ തന്നെ സമാനമായൊരു വിപ്ലവത്തിലൂടെ മുസ്ലിം രാജവംശ ഭരണം അവസാനിപ്പിച്ച നാടാണ് ഉസ്ബെക്കിസ്ഥാൻ. അങ്ങനെയാണ് റഷ്യൻ വിപ്ലവകാരികളോട് ആഭിമുഖ്യമുള്ള താഷ്കന്റ് സോവിയറ്റ് അഥവാ ജനകീയ കൗൺസിൽ നിലവിൽ വരുന്നത്. എന്നാൽ വിപ്ലവ ഭരണകൂടത്തെ എതിർക്കുന്നവരും ഇവിടെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം റഷ്യയിൽ നിന്നെത്തിയ ചെമ്പട അമർച്ച ചെയ്യുകയാണുണ്ടായത്.
ഉസ്ബെക് വംശജർ വസിച്ചിരുന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് 1924 ഉസ്ബെക് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് നിലവിൽ വരികയും ചെയ്തു. സോവിയറ്റ് ഭരണകൂടം ഉസ്ബെക്കിസ്ഥാന് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. വൻകിട കാർഷിക വ്യാവസായിക പദ്ധതികൾ അവരിവിടെ നടപ്പാക്കി. ജനങ്ങൾ സംതൃപ്തരുമായിരുന്നു. ഇടയ്ക്ക് കൂറ്റൻ ധാന്യ സംഭരണികളും മറ്റും കാണാം. ശാസ്ത്രീയമായിട്ടാണ് ഇവിടെ കൃഷിയും കാർഷികോൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗുമെന്ന് മനസ്സിലായി. സോവിയറ്റ് കാലം മുതലുള്ള ചിട്ടകളായിരിക്കണം. നിരവധി സ്റ്റേഷനുകൾ പിന്നിട്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുമുണ്ട്. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. 8 മണിയാകുമ്പോൾ ഈ ട്രെയിൻ സമർഖണ്ഡിലെത്തും. രാകേഷ് ഗംഭീര ഉറക്കത്തിലേക്ക് വീണു കഴിഞ്ഞു. ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് ട്രെയിൻ സമർഖണ്ഡിലെത്തുന്നതും കാത്ത് ഞാൻ അങ്ങനെ ഇരുന്നു.